സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നാളെ കൂലി റിലീസാണ്. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി ഹൈപ്പാണ് പടത്തിന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹൈപ്പ് അത്രയും പ്രതീക്ഷിക്കുന്നത് ഈ രജനീകാന്ത് എന്നൊരു ആക്ടർ മാത്രമല്ല, മിക്കുള്ളവരും ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ കൂടെ ചേർന്നത് കൊണ്ടാണ് ഈ പടം ഇത്ര ഹൈപ്പിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതിലൊരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ അതാണ് സത്യം. ഞാൻ അങ്ങനെ വലിയ രജനീകാന്ത് ഫാനൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഇത് LCU കണക്റ്റഡ് ആണോ, ഏത് രീതിയിലാണ് സ്റ്റോറി പോകാൻ പോകുന്നത്, ആരൊക്കെ ക്യാമിയോ വരുന്നുണ്ട്, പല രീതിയിലുള്ള കോൺട്രവേഴ്സീസ് ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്നുണ്ട്. അതായത് ഈവൻ നമ്മുടെ വിജയ് സേതുപതി വരെ ഈ ഇതിലൊരു ക്യാമിയോ റോളായിട്ട് വരുന്നുണ്ട് എന്ന ഒരു പോസ്റ്റ് വരെ കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ് എന്നൊന്നും ഒരു പിടിയുമില്ല. നമുക്ക് എന്തായാലും നോക്കാം. നാളെ എന്തായാലും എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് ജോലി. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് ഡയറക്റ്റാണ് സിനിമയ്ക്ക് പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് ഒരു 6 മണിക്കുള്ള ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഫാൻ ഷോ അല്ലാതെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6 മണിക്ക് തന്നെ പോയി കാണണം. അറിയാലോ, കണ്ടില്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റത്തില്ല, അമ്മാതിരി ഇതായിരിക്കും, സ്പോയിലേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ടൈറ്റിൽ കാർഡ് ഉൾപ്പെടെ എല്ലാവരും മാറ്റിയിടും. അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 6 മണിക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഇതുവരെയായിട്ടും 6 മണിക്കുള്ള ഒരു ഷോയ്ക്ക് ഇതുവരെയായിട്ടും പോയിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മയിൽ ആകെ ഒരു ഫാൻ ഷോ, അതും മെർസൽ. അത് സ്വാഭാവികമായിട്ട് എപ്പോഴത്തെയും ടൈമിങ് പോലെ തന്നെയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ 9:30 എന്തോ ആണ്. അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഫാൻ ഷോയ്ക്ക് ഞാൻ അവസാനമായിട്ട് പോയത്, മെർസൽ. അതിനുശേഷം ഞാൻ പിന്നെ പോയിട്ടേ ഇല്ല. അത് വേറൊന്നുമല്ല, എന്തോ പിന്നെ പോകാൻ അങ്ങനെ തോന്നിയിട്ടില്ല, അതാണ് മറ്റൊരു സത്യം. പക്ഷെ അത് വേറൊരു വൈബാണ്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മെർസലിന് പോയത്. അത് എന്തോ ബാൻഡ് മേളം, ചെണ്ട മേളം, എൻ്റെ അമ്മോ, നല്ല ബഹളമായിരുന്നു. കാരണം അറിയാലോ, അത്രയ്ക്ക് ഹൈപ്പിൽ വന്നൊരു പടമാണ് മെർസൽ എന്ന് പറയുന്നത്. പിന്നെ അറിയാലോ, വിജയുടെ പടം. അപ്പോൾ അത്രയ്ക്കും അടിപൊളിയായിട്ട് വന്നൊരു പടത്തിന്റെ ഫാൻ ഷോയ്ക്കാണ് ഞാൻ അന്ന് പോയത്. അന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ തന്നെയാണ്. ഈ ഫാൻസിന്റെ ഇടയിൽ നിന്ന് കാണുന്നത് അത് മറ്റൊരു ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ മാക്സിമം നോക്കി, അതായത് ഫാൻ ഷോയിൻ്റെ കൂടെ പോകാനായിട്ട്. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല, ഈ ഹൈപ്പ് കാരണം. അത്രയ്ക്ക് ഹൈപ്പായിരുന്നു. പിന്നെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര ഹൈപ്പിൽ വന്ന പടമാണെങ്കിലും ഞാൻ അത്ര എക്സൈറ്റഡ് ആവാറില്ല. അതായത് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവാറില്ല. ഇതിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കുക, ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് പോകത്തില്ല. കാരണം അങ്ങനെ പോയാൽ പല സിനിമയ്ക്കും ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് പണ്ടൊക്കെ. അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇറങ്ങി വന്നിട്ടുമുണ്ട്. സോ പല സിനിമയ്ക്കും ഇങ്ങനെ പോയൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ വലിയൊരു ഹൈപ്പ് വെക്കാറില്ല. എക്സൈറ്റഡ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു എക്സൈറ്റ്മെന്റിൽ പോയി അങ്ങ് കാണും. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നാളെ ഞാൻ എന്തായാലും റിവ്യൂ ഇടുന്നതാണ്. അറിയാലോ, റീച്ച് കിട്ടണം, വ്യൂസ് കിട്ടണം, പൈസ കിട്ടണം, അത് തന്നെയാണ്. അത് മാത്രമല്ല കേട്ടോ, ഈ സിനിമ തരുന്ന എക്സ്പീരിയൻസ് അത് വേറെയാണ്. ഇപ്പം വർക്കിൻ്റെ ഇടയിലായാലും ഞാൻ കുറേ നാളായി ഒരു സിനിമ കണ്ടിട്ട്. അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ എന്ന് പറയുന്നത് തുടരും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തുടരുമാണോ അതോ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ഏതാണ്. കുറേ നാളായി, എന്തായാലും 2-3 മാസമായി സിനിമയ്ക്കൊക്കെ പോയിട്ട്. അപ്പം ഞാൻ കരുതി ഇങ്ങനെ തന്നെ ഒരു നല്ലൊരു സിനിമയ്ക്ക് തന്നെ പോയി തുടങ്ങാം. അതായത് കുറച്ച് ലാഗൊക്കെ, അതായത് മീൻസ് വീഡിയോ ഇടാനായാലും നിങ്ങൾ അക്കൗണ്ട് കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഏകദേശം 2 മാസം അടുപ്പിച്ചായി ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്നലെ മെനിഞ്ഞാന്ന് എന്നാണ് ലോങ് വീഡിയോ ഇട്ടത്. കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, പിന്നെ ജോലിയുടെ പ്രശ്നം, അങ്ങനെ കുറേ ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നതാണ്. ഓക്കെ, പറഞ്ഞു നീട്ടുന്നില്ല. സോ യെസ്, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, കൂലി. ഞാൻ അതായത് സിനിമ റിവ്യൂ അല്ലെങ്കിൽ സിനിമയെ പറ്റി പറയുന്ന എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് സ്പോയിലർ. പ്ലീസ്, നിങ്ങൾ ദയവ് ചെയ്ത് സ്പോയിലർ ഇടരുത്. കാരണം ഫസ്റ്റ് ഡേ പോയി കാണാൻ പറ്റാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ടിക്കറ്റ് കിട്ടാത്തതാവാം, മേ ബി ജോലിയുടെ പ്രഷറല്ല, ജോലിയുടെ ടൈമിങ് കാരണം പോയി കാണാൻ പറ്റാത്തതാവാം, വീക്കെൻഡിൽ പോയി കാണാതിരിക്കുന്നവരായിരിക്കും. അങ്ങനെ ഇഷ്ടം പോലെ പേരുണ്ട്. നിങ്ങളെ മാത്രം കാര്യം നോക്കിയിട്ട് സ്റ്റോറിയും സ്റ്റാറ്റസും ഇടരുത്. പ്രത്യേകിച്ച് ഈ ഫൈറ്റ്, ഈ ക്യാമിയോ റോൾസ്, എൻട്രി, അതുപോലെ ഈ ടൈറ്റിൽ കാർഡ്, അതൊക്കെ ഒരു സസ്പെൻസ് ആക്കി വെക്കാൻ ശ്രമിക്കുക. നിങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും അവിടെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അവസരം കൊടുക്കുക. നിങ്ങളത് സ്പോയിൽ ചെയ്യാതിരിക്കുക പ്ലീസ്. ഞാൻ ഗുഡ് ബാഡ് അഗ്ലി, നമ്മൾ അജിത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ഫിലിം കാണാൻ പോയപ്പോൾ ലിറ്ററലി ഒരുത്തം ഫ്രണ്ടിലിരുന്ന് ആ സിനിമ ഫുള്ള് ക്യാമറയിൽ പിടിക്കുന്നുണ്ടായിരുന്നു. എന്താവശ്യത്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവസരം ഞാൻ ചോദിക്കേണ്ട അവസ്ഥ വന്നു, എന്തിനാണ് എടുക്കുന്നതെന്ന്. അപ്പോഴാണ് പുള്ളിക്കാരൻ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചത്. ഞാൻ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് എടുക്കുന്നതെന്ന്.
പുള്ളിക്കാരൻ അപ്പോഴും നിർത്തി. എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് ആ സിനിമ ഒന്നുകൂടെ കാണണമെങ്കിൽ ഒന്നേ OTT വരുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടെ പൈസ എടുത്ത് കൊടുത്ത് കയറി കാണുക. അല്ലാതെ ഇത് ഫുള്ള് സിനിമ ഇങ്ങനെ ഫോണിൽ പിടിച്ചിട്ട് എന്തിനാണ്? എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് എൻ്റെ കൂടെ വന്ന ഒരാൾ, പുള്ളിക്കാരൻ തമിഴനാണ്, പുള്ളിക്കാരൻ ഡൈ ഹാർഡ് അജിത്ത് ഫാനാണ്. പുള്ളി എല്ലാ സീനും സീൻ ബൈ സീൻ എടുത്തിട്ട് സ്റ്റോറി ഇടുന്നു, സ്റ്റാറ്റസ് ഇടുന്നു. ഞാൻ ചോദിച്ചു, ബ്രോ എന്തിനാണ്? ബാക്കിയുള്ളവർക്ക് കാണാൻ സമയം കിട്ടത്തില്ല. നമ്മളെ പോലെ അല്ലായിരിക്കും, പോകാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും, ടൈം കിട്ടാത്തതുകൊണ്ട് പോണവരായിരിക്കും, പോകാത്തവരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഒരു ത്രില്ലല്ലേ എന്ന്. പുള്ളിക്കാരൻ്റെ തലമണ്ടയിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു സീനിയർ എംപ്ലോയി ആണ്, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പരിധിയുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരാളെ നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇതൊക്കെ കേസാണ് ബ്രോ, ആരെങ്കിലും എടുത്ത് കേസ് കൊടുത്താൽ ബ്രോ തൂങ്ങുമെന്ന് പറഞ്ഞു. ആര് കേൾക്കാൻ, നെവർ മൈൻഡ്. പിന്നെ ആ പുള്ളിക്കാരൻ കേരളത്തിലുള്ളതല്ല, തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, അത്രയ്ക്ക് ഡൈഹാർഡ് ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ അജിത്തിന്റെ ഒരു സിനിമ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നു. മീൻസ് എല്ലാ സസ്പെൻസ് എലമെന്റ്സും എടുത്ത് സ്റ്റോറി ഇട്ട് എല്ലാവരും അറിയിക്കുന്നു. ഇതിൽ നിന്നൊക്കെ എന്ത് സുഖമാണ് കിട്ടണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് ഫസ്റ്റ് ഡേ കണ്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയാണെന്നാണ് തോന്നുന്നത്. അതിന് സാധാ ഒരു സ്റ്റോറി ഇട്ടാൽ മതി. തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് അത്ര ഇട്ടാലേ നിർബന്ധം, അതായത് ഇട്ടാലേ പറ്റൂന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ആ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ പോസ്റ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടോ, എല്ലാവരും അറിയട്ടെ കാണാൻ പോയത്. അല്ലെങ്കിൽ ആ ടിക്കറ്റിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ QR മാത്രം മറച്ചിട്ട് സ്റ്റോറി ഇട്, എല്ലാവരും അറിഞ്ഞല്ലോ നിങ്ങൾ സിനിമയ്ക്ക് പോയെന്ന്. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ബാക്കിയുള്ളവരുടെ ഈ ആസ്വാദനം എന്തിനാണ് വെറുതെ നിങ്ങളായിട്ട് സ്പോയിൽ ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞു മടുത്ത കാര്യമാണ്. സോ പ്ലീസ്, കൂലി ഈ സിനിമയ്ക്കെങ്കിലും ഒരുപാട് പേര് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ടല്ല, ഒരുപാട് മാറി വരുന്നുണ്ട്. ഇപ്പൊ പൈറസി ആയാലും ഈ കേസുകളായാലും ഉള്ളത് കൊണ്ട് ഒരുപാട് പേര് ഇപ്പൊ സ്റ്റോറി ഇടുന്നത് എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാമിലായാലും ഈ വാട്സപ്പിലായാലും കുറഞ്ഞു വരുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ പണ്ടത്തെ അത്ര ഇല്ലെന്ന് വേണം ഇപ്പൊ പറയാനായിട്ട്. സോ കമ്മിങ് ബാക്ക് ടു കൂലി, ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അത്ര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സമയം കിട്ടാത്തത് കൊണ്ടും കുറേ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഓരോ കട്ട്സും ഷോർട്സും എടുത്ത് വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ രോമാഞ്ചിഫിക്കേഷൻ അറ്റ് പീക്ക് ലെവൽ, അങ്ങനെ വേണം പറയാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലോകേഷ് കനകരാജ് ഡയറക്ടർ, രജനീകാന്ത് എന്ന ആക്ടർ, ഈ രണ്ട് സാധനവും കൂടെ ആയപ്പോൾ ഹൈപ്പ് നല്ലപോലെ കയറിയിട്ടുണ്ട്. പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് റിലീസും കാര്യങ്ങളൊക്കെ. അതുപോലെ ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റഡ് ആക്കിയത് അമീർ ഖാൻ. അമീർ ഖാനൊന്നും അങ്ങനെ എല്ലാ സിനിമയ്ക്കും ഡേറ്റ് കൊടുക്കുന്നതൊന്നുമല്ല. പിന്നെ പല ഇൻസ്റ്റാഗ്രാം പേജിലും സോഷ്യൽ മീഡിയയിലായാലും പറയുന്നതെന്ന് പറഞ്ഞാൽ കഥ പോലും കേൾക്കാതെയാണ് പുള്ളിക്കാരൻ ഡേറ്റ് കൊടുത്തത്. അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. രജനീകാന്തിന്റെ ഫിലിം ആയതുകൊണ്ടും പുള്ളിക്കാരനോട് അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ടും കഥ പോലും കേൾക്കാതെയാണ് അമീർ ഖാൻ ഡേറ്റ് കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അറിയില്ല, ചുമ്മാ ചിലപ്പോൾ തള്ളിവിടുന്നതായിരിക്കും. സോ വാട്ട് എവർ, അമീർ ഖാൻ ഉൾപ്പെടെ ക്യാമിയോ റോളെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അമീർ ഖാൻ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് ക്യാമിയോ ചെയ്തിട്ട് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ഫൈറ്റ്, നല്ലൊരു സീൻസ് തന്നെയായിരിക്കും അതിൽ ചെയ്ത് വെച്ചേക്കുന്നത്, അത് നോ ഡൗട്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത്. എന്തായാലും നാളെ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയാനുള്ളതെന്ന് വരെ മറന്നുപോയി. ഞാൻ എന്തോ ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നതായിരുന്നു, പക്ഷെ മറന്നുപോയി. പിന്നെ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഇതിന്റെ പ്രിന്റ് നാളെ തന്നെ വരും, അത് 100% ഉറപ്പാണ്. നാളെ തന്നെ ഇതിന്റെ പ്രിന്റ് ഇറങ്ങും. പക്ഷെ പ്രിന്റ് കാണാതിരിക്കുക. കണ്ടിട്ട് എന്ത് സുഖമാണ് കിട്ടാൻ പോകുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സിനിമ ഇങ്ങനത്തെ സിനിമകളല്ല, എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് തിയേറ്ററിൽ പോകാൻ ടൈം കിട്ടിയില്ലെങ്കിൽ OTTയിൽ വരുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലാതെ ഈ പ്രിന്റുകൾ ഡൗൺലോഡ് ചെയ്ത് കാണരുത് പ്ലീസ്. അതൊരു അപേക്ഷയാണ്. കാരണം എന്തുമാത്രം ആൾക്കാരാണ് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്, എന്തുമാത്രം പേരുടെ കഠിനാധ്വാനമാണ്. അതുകൊണ്ട് അത് നിർത്തുക. നിങ്ങൾ തന്നെ അത് കൺട്രോൾ ചെയ്താലേ പറ്റുള്ളൂ. നിങ്ങളെ വീട്ടിൽ വന്നിരുന്നു അത് കാണരുത് ഇത് കാണരുതെന്ന് ആരും പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നുമില്ല. കണ്ടേ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾ ടൈം കണ്ടെത്തി തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിലിം അല്ലെങ്കിൽ അത് OTT വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ, പറഞ്ഞു പോകുന്നതാണ്. കാരണം ഒരു മാറ്റവും വരുന്നില്ല. എല്ലാവരും ഫോണിൽ കിട്ടുന്നത് കൊണ്ട് പ്രിന്റ് ഇരുന്ന് കാണുന്നത്. ഇനിയിപ്പോ നോക്കൂ, നാളെ തന്നെ ഇതിന്റെ പ്രിന്റ് ഇറങ്ങും. അത് ഒരു ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാക്സിമം ഈ പ്രിന്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നിയാൽ പോയി കാണുക, അത് ഏത് സിനിമ ആയിക്കോട്ടെ. റിവ്യൂ കണ്ടിട്ട് പോയി കാണാതിരിക്കരുത്. അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം മാത്രമായിരിക്കും. ഇപ്പം ഞാൻ തന്നെ നാളെ റിവ്യൂ ഇടും, അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്.
ചിലപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അങ്ങനെ ആയിരിക്കില്ല. ഞാൻ ചിലപ്പോൾ കൂടുതലും വിഷ്വൽസും ഷോർട്സും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ വേറെ ചിലർ ആക്ടിങ്, ഫൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ ചിലർ കാണും സ്റ്റോറിയിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു സിനിമ കാണണമെന്ന് തോന്നിയാൽ റിവ്യൂ ഒന്നും നോക്കണ്ട, പോയി കാണുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ പറയുന്ന ഞാൻ പോലും നാളെ റിവ്യൂ ഇടും. അത് എല്ലാവരും കാണണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കണ്ടിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്ന സിനിമ നിങ്ങൾ പോയി കാണുക. അത് ആരുടെ റിവ്യൂ ആയിക്കോട്ടെ, എത്ര വലിയ കൊലകൊമ്പന്റെ റിവ്യൂ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കാണണമെന്ന് തോന്നിയാൽ പോയി കാണുക. ബാക്കിയുള്ളവരുടെ റിവ്യൂ കേട്ടിട്ട് കാണാതിരിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയും. അത് വേറെ ഒന്നിനുമല്ല. എല്ലാവരും ഇടുന്ന എന്തിനാണ്? റീച്ചിന് വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. റീച്ചിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ മിക്കുള്ളവരും പോയി കണ്ടിട്ട് റിവ്യൂ ഇടുന്നത്. കാരണം ഈ സിനിമ റിവ്യൂസ് ഒക്കെ പെട്ടെന്ന് വ്യൂസ് കയറുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും റിവ്യൂസ് ഇടും. അതുകൊണ്ട് നിങ്ങൾക്കൊരു സിനിമ കാണണമെന്ന് തോന്നിയാൽ പോയി കാണുക, ആരുടെ റിവ്യൂ നോക്കാതിരിക്കുക. നോക്കിയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നോക്കിക്കോ, വേറെ വഴിയൊന്നുമില്ല. കണ്ടിട്ട് അവരുടെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾക്ക് കാണാതിരിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ റിവ്യൂസ് കാണുന്ന ഒരാളാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കൊരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് തോന്നി, ഇനി അത് എത്ര പൊട്ടപ്പടമെന്ന് ആര് പറഞ്ഞാലും ഞാൻ പോയി കാണും. അതെനിക്കും കൂടെ തോന്നണം അത് പൊട്ടപ്പടമാണെന്ന്. അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ ഞാൻ കണ്ടിട്ടുമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റിവ്യൂസിൽ മോശം പറഞ്ഞ സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പോയിന്റ് ഓഫ് വ്യൂസ് മാറും. ഓരോരുത്തരും ചിന്തിക്കുന്നത് വേറെയാണ്. ഓരോരുത്തരും അവരവരുടെ കണ്ണുകളിൽ കൂടെ കാണുന്ന കാഴ്ചകൾ വേറെയാണ്. അവരുടെ പെർസ്പെക്റ്റീവ്സ് വേറെയാണ്. സോ അതിലൊന്നും വീഴാതിരിക്കുക. കാണാൻ തോന്നിയാൽ പോയി കാണുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി, എന്തായാലും അടുത്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ നാളെ തന്നെ ഇടും ഇതിൻ്റെ റിവ്യൂ. എന്തായാലും നാളെ ഇടും. കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത്. സിനിമ കണ്ട ഉടനെ വന്ന് റിവ്യൂ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.